ഗൈസ്, അപ്പോൾ ഇന്ന് മൺഡേ ഈവനിങ് ആണ്. എൻ്റെ വർക്ക് ഫ്രം ഹോം എല്ലാം കഴിഞ്ഞ് അതിന് നേരത്തെ ഇറങ്ങി 6 മണിയായപ്പോൾ ഇന്ന് അത്രയും ഇന്നല്ല നാളെയാണ് ആക്ച്വലി സ്പെഷ്യലായിട്ടൊരു ദിവസം ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഫുൾ പണിയാണ് വീട്ടിൽ ഫുള്ളും. അത് 1 വീക്ക് തൊട്ട് തുടങ്ങിയ പണിയാണ്. എല്ലാവരും വീഡിയോസ് എല്ലാം കണ്ട പോലെ എൻ്റെ ചേച്ചിക്ക് ബേബി ഉണ്ട്. ബേബിയുടെ 28 നാളെ. അപ്പോൾ ഇന്ന് ഡെക്കറേഷൻസ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സാധനങ്ങളെല്ലാം മേടിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതായിരിക്കും. പിന്നെ കണ്ടിന്യൂഷനായിട്ട് നാളത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് സെപ്പറേറ്റ് വ്ളോഗായിട്ട് എങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്യാം. എൻ്റെ കോലൊക്കെ ആകെ കെട്ടിയിട്ട് അതൊന്നും ആരും പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. കാരണം ഓൾറെഡി വയ്യാതായി, ഈവനിങ് ആയല്ലോ, പിന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. എന്നും ഈ കോലത്തിലാണ് വ്ളോഗൊക്കെ ചെയ്യുന്നത്, എന്നാൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ നമുക്കപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ അറേഞ്ച് ചെയ്തു എല്ലാം കാണാം. ഇതായിരുന്നു ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ തന്നെ ഒരു 1 മന്തോളം എടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന ആ സ്റ്റാൻഡ് കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് ആ സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഡെക്കറേഷൻ ചെയ്യുന്നൊരു ചേട്ടൻ്റെ നിന്ന് റെൻറ്റിന് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ചേട്ടൻ നമുക്ക് ഒരു ദിവസത്തിനല്ലേ, നിങ്ങളത് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്നു. നമ്മുടെ ഡെക്കറേഷൻ ഐഡിയ ഫുള്ളും ഈ വാഴയിൽ ഇങ്ങനെ വെച്ച് അതിങ്ങനെ പൂക്കൾ ആഡ് ചെയ്യുന്നതായിരുന്നു. പൂക്കളൊക്കെ ഞാൻ ബ്രോഡ്വേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഴയിൽ ഇങ്ങനെ വെച്ച് വന്നപ്പോൾ ആദ്യം ഞാനിങ്ങനെ സൂചി വെച്ച് കുത്തി, പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി, കീറിപ്പോന്നുമല്ല, കുറച്ച് മണ്ടത്തരായിപ്പോയി. അപ്പം തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, അയ്യോ ഇത് ശരിയാവില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഫസ്റ്റ് ലെയർ വെച്ചപ്പോൾ തന്നെ ഡബിൾ ടേപ്പ് വെച്ചിട്ടായിരുന്നു പ്ലാൻ ഇട്ടത്. അപ്പോൾ ഡബിൾ ടേപ്പ് വെച്ചപ്പോൾ സെറ്റായി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ആയിരിക്കും. പക്ഷേ നേരത്തെ കണ്ടില്ലേ, ഒരെണ്ണം വീണുപോയി. അങ്ങനെ വീണ് പോയായിരുന്നു. അപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തു ഞാൻ. അപ്പോൾ സെക്കൻഡ് റോന്ന് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും ചെയ്യണം. ലൈക്ക് ആദ്യം ഡബിൾ ടേപ്പ് വെച്ചിട്ട് പിന്നെ സൂചി വെച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇരിക്കാൻ തുടങ്ങി, എല്ലാം ഇരിക്കാൻ തുടങ്ങി. എന്നാലും ചെറുത് അവിടെ നിന്ന് ഇവിടുന്ന് പോകുന്നെങ്കിലും സെറ്റ് ചെയ്ത് പതുക്കെ ഭയങ്കര പേഷ്യൻസോടെ എല്ലാം ചെയ്തേ. പിന്നെ ഫസ്റ്റ് റോ അങ്ങനെ വെച്ചു ലാസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇടയിൽ കുറേ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് ബെഡ്ഷീറ്റ് കാണാൻ പറ്റുമായിരുന്നു. നമ്മളിതുമ്മേ വൈറ്റ് ബെഡ്ഷീറ്റ് കെട്ടാ ചെയ്ത്, ബെഡ്ഷീറ്റ് നമ്മുടെ ഇതിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഓക്കെ ആയി. കുറേ വട്ടം ഫ്ലോപ്പായിട്ട് അതിൽ നിന്നൊക്കെ വീണു. ആദ്യം നമ്മൾ ഡബിൾ ടേപ്പ് പൊട്ടിച്ച് മാത്രം വെച്ചു, അപ്പോൾ അതിൽ നിന്ന് വീണു. ആദ്യം നമ്മൾ സൂചി കുത്തി വെച്ചു, അതിൽ നിന്ന് വീണു, അല്ല കീറി വീണു. പണ്ടത്തെ അറിയാം. പിന്നെ നമ്മളതിൽ ഡബിൾ ടേപ്പ് പൊട്ടിച്ചിട്ട് ഒന്ന് വെച്ചപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റായി വന്നു, പക്ഷെ പിന്നെയും വീണു. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ ഹാർഡ് വർക്ക്, ശരിക്കും ഹാർഡ് വർക്കാണ്. ഇത്രയെങ്കിലും സെറ്റാവും നമ്മൾ ഓർത്തില്ല. നാളെ മോർണിംഗ് വരെ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നാളെ മോർണിംഗ് വരെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിലായിരിക്കും നാളത്തെ നൂലുകെട്ടിന് ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. അതിനിടയിൽ ഇല കുറച്ച് കഴിഞ്ഞുപോയി. നമ്മളിനി അടുത്തത് ഇല പൊട്ടിക്കാൻ പോവാണ്. അച്ഛനും ഞാനും കൂടെ പോവാണ് ഇല പൊട്ടിക്കാൻ. പുറത്തുനിന്ന് വേറെ ഇല മുറിക്കാൻ പോവാണ്. ഓക്കെ, ഇതായിരുന്നു ഞാൻ ബ്രോഡ്വേന്ന് മേടിച്ച ഫ്ലവേഴ്സായിട്ട്. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് എല്ലാം വെച്ചത്, ഒറിജിനൽ ഒന്നും വെച്ചില്ല. എല്ലാം പല കടയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായി മേടിച്ചതാണ്. കുറച്ച് ഇതായെങ്കിലും ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു ലാസ്റ്റ് എത്തിയപ്പോൾ. ഇതായിരുന്നു നമ്മുടെ ഓവറോൾ ലുക്ക് ലാസ്റ്റ് ആയിട്ട്. പിന്നെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചു. എല്ലാവരുടെയും ഉണ്ണിയുടെ കൂടെയുള്ള ഫുൾ ഫാമിലിയുടെ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായിട്ട്. പിന്നെ ഞാൻ, ചേച്ചി, എല്ലാവരും ഉണ്ട്. എൻ്റെയും കുഞ്ഞാപ്പൂൻ്റെ ഒരു ഫോട്ടോ കാണാം. ഓവറോൾ ലാസ്റ്റ് ആയപ്പോൾ ഇത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മനസ്സിൽ വിചാരിച്ച ഡെക്കറേഷൻ ഇങ്ങനെ വരുമെന്നോ, നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും ഗ്രാൻഡായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ഇങ്ങനെ ആയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും കുറേ കഷ്ടപ്പെട്ടു, അത്രയും ഹാപ്പിയായി. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റിൽ. നൂലുകെട്ടെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.